കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ 9ാം നാൾ. ഗംഗാവലി പുഴയിൽ സോണർ സിഗ്നൽ കിട്ടിയിടത്താണ് പരിശോധന നടത്തുക. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, 9ാം നാളും ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഷിരൂരിലേക്ക് മലയാളികളടക്കമുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. അർജുൻ ഇന്ന് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് കുടുംബാംഗങ്ങൾ അടക്കം ഉള്ളത്. ഈ തിരച്ചിൽ എങ്ങനെയാണ് ഇന്ന് പുരോഗമിക്കുന്നത്? കൂടാതെ തന്നെ മഴ, പ്രതികൂല കാലാവസ്ഥയാണോ? വിശദാംശങ്ങൾ. ബൃന്ദ, അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് 9ാം ദിവസവും തുടരുകയാണ്. തടിലൂരിയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. റോഡിൽ മണ്ണിൽ ലോറി ഇല്ലെന്ന് സൈന്യം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മണ്ണ് ഒഴുകി വീണ സമീപത്തെ ഗംഗാവാലി പുഴ എന്നും പരിശോധന. ഈ നേരത്തെ പരിശോധനയിൽ റഡാർ സ്ഥലത്താണ് ഇന്ന് കൂടുതൽ പരിശോധന നടത്തുന്നത്. നിലവിൽ സോണാർ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലും ഈ പുഴയിൽ റഡാർ സിഗ്നൽ കണ്ടെത്തിയതും ഒരേ ഇടത്താണ്. ഇതാണ് വേറെ പ്രതീക്ഷ നൽകുന്നത്. ഈ കട്ടിയുള്ള ലോഹഭാഗങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇത് ഒരുപക്ഷെ ലോറി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തത്തിൽ മറിഞ്ഞു വീണ ഒരു വലിയ വൈദ്യുതി ടവർ ഉണ്ട്. ഈ വൈദ്യുതി ടവർ കാരണമാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. ഈ പുഴയിലേക്ക് ഇപ്പോൾ ശക്തമായ ഒഴുക്കും ചെളിയും നിറഞ്ഞിരിക്കുന്നത് രക്ഷാദൗത്യം വളരെ ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതൊക്കെയാലും ഇന്ന് 7:30 തന്നെ ഈ ലോറി കണ്ടെത്തുന്നതിനുള്ള, അർജുനെ കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. സൈന്യം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതൊക്കെയാലും ഇന്ന് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അടക്കം എത്തി പരിശോധന നടത്തും. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ലോറി കണ്ടെത്തുന്നതിനായ അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ന് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഈ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാനും ആഴത്തിലുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിനുമായാണ് ഇത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്. ഈ ചെളി നീക്കുന്നതിന് ബീമാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. 60 അടിയോളം നീളത്തിലുള്ള പുഴയിലെ ചെളി നീക്കം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഉപയോഗിച്ച് ഇന്ന് പരിശോധന നടത്തും. ഈ കിക്പേ എന്ന സ്വകാര്യ കമ്പനിയുടെ പക്കൽ നിന്നാണ് ഈ ഐബോർഡ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അതായത് 2.4, അതായത് 2.5 കിലോമീറ്റർ നിരീക്ഷണ പരിധിയിൽ വസ്തുക്കളെ നിരീക്ഷിക്കാനാവുന്ന ഒരു ഉപകരണമാണ് ഈ ഐബോർഡ്. ഈ ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ട് 2 കിലോമീറ്റർ നിരീക്ഷണ പരിധിയും ഈ ചെളി ഉള്ള വശങ്ങളിൽ 20 മീറ്റർ ആഴത്തിൽ വസ്തുക്കളെ കണ്ടെത്തുവാനും, ഈ മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിൽ 70 മീറ്റർ ആഴത്തിൽ വസ്തുക്കളെ കണ്ടെത്താനും ഈ ഉപകരണത്തിന് സാധിക്കും. അങ്ങനെ ഇന്ന് വലിയ പ്രതീക്ഷയോടെയാണ് ഇന്നും തെരച്ചിലിനായി ഇറങ്ങുന്നത്. ഈ പുഴയുടെ ഭാഗത്ത്, അതായത് പുഴയും കരയും ചേർന്ന ഭാഗത്ത് വലിയ മൺകൂനകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മല ഇടിഞ്ഞു വന്ന് നദിയിലേക്ക് പതിച്ചെടുത്താണ് ഇപ്പോൾ സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. ഈ സിഗ്നൽ ശക്തമായി വിശ്വസിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് വലിയ രീതിയിൽ മണ്ണ് നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇന്ന് ആരംഭിക്കുക. ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ എം ഇന്ദ്രബാലനും ഇന്ന് ഷിരൂരിൽ ഈ ദൗത്യ സംഘത്തിനൊപ്പം ചേരും. ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രൊഫഷണലിസം ഈ തെരച്ചിലിന് ഏറെ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വൃന്ദ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ശക്തമായ ഒരു മഴയാണ് ഇവിടെ പെയ്യുന്നത്. പ്രതികൂലമായ സാഹചര്യങ്ങൾ നിരവധിയുണ്ട്. പുഴയിൽ വലിയ രീതിയിൽ ചെളി അടിഞ്ഞിട്ടുള്ളതിനാൽ തന്നെ ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഡൈവിംഗ് അത്ര സുഖകരമായി സാധിക്കുന്നില്ല. മാത്രവുമല്ല, ഈ ഇടയ്ക്കിടയ്ക്ക് ശക്തമായ മഴ, അതായത് നമ്മുടെ നാട്ടിൽ പെയ്യുന്ന പോലെയല്ല. ഈ ഒരു മഴ പെട്ടെന്ന് വലിയ ശക്തിയിൽ പെയ്യും പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള മഴകളാണ്. ഒരു മണിക്കൂറിൽ ഇത്തരത്തിൽ 2 മഴയെങ്കിലും ചുരുങ്ങിയത് ലഭിക്കും. ഇതാണ് ഈ രക്ഷാദൗത്യം ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ വലിയ രീതിയിൽ ഇപ്പോൾ മണ്ണിടിയുന്ന പ്രദേശത്ത് തന്നെ വലിയ രീതിയിലുള്ള മലമുകളിൽ നിന്നുള്ള നീർച്ചാലുകൾ ഇപ്പോഴും പുഴയിലേക്ക് പതിക്കുന്നുണ്ട്. ഇതും വലിയ ഒരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ശക്തമായ കാറ്റും മഴയും അതുപോലെ തന്നെ നീരൊഴുക്കും, ഇത് മൂന്നുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഏതൊക്കെയായാലും കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അധികൃതരും ഉള്ളത്. വൃന്ദ.
നേരത്തെ തന്നെ അർജുന്റെ കുടുംബാംഗങ്ങളടക്കം അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടെ നമ്മൾ കണ്ടിരുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു വിലക്ക് ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് ആളുകളെ അനുവദിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും അതേ സാഹചര്യം തന്നെയാണോ? കാരണം നമ്മുടെ നാട്ടിൽ നിന്നും അടക്കമുള്ള ആളുകൾ അവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും ഈ ഒരു കേരളത്തിൽ നിന്നുള്ള ആളുകളെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ? പൂർണ്ണമായും സൈന്യം തന്നെയാണോ ഈ തിരച്ചിൽ നടത്തുന്നത്? വൃന്ദ, ഇന്നലെ ആദ്യ നിമിഷങ്ങളിൽ കുറച്ച് അനിശ്ചിതത്വം ഉണ്ടായിരുന്നെങ്കിലും 25ഓളം പേരെ പിന്നീട് രക്ഷാദൗത്യത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു. ഈ സൈന്യം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്. കേരളത്തിൽ നിന്ന് നിരവധി പേരാണ് ഇത്തരത്തിൽ രക്ഷാദൗത്യവുമായി സ്വയമേവ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവരെ എല്ലാം കടത്തിവിടുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവരെ അനുവദിക്കാത്തത്. മാത്രമല്ല, വലിയ രീതിയിലുള്ള മലയിടിച്ചിലുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അടക്കം നൽകുന്ന വിവരം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം ഒരു പ്രത്യേക തീരുമാനമെടുത്ത് സ്വയം, അതായത് ഇവർ പ്രത്യേകം സാക്ഷ്യപ്പെടുത്തി അപകടങ്ങൾ ഉണ്ടായാൽ പോലും തനിക്കൊരു മറ്റു പരാതികളൊന്നുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തി അത്രയും റിസ്ക് ഏറ്റെടുത്തിട്ടുള്ളവരെ മാത്രമാണ് ഇപ്പോൾ ഉള്ളിലേക്ക് ഇപ്പോൾ കടത്തി വിടുന്ന ഒരു സാഹചര്യമുള്ളത്. ഏതൊക്കെയാലും അർജുന്റെ കുടുംബത്തെയും ഈ പ്രദേശത്തേക്ക് കടത്തി വിടുന്നുണ്ട്. വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെയും അതുപോലെ ഈ സ്ഥലത്തേക്ക് കടത്തിവിടുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് മലയാളികളുടെ അസാന്നിധ്യത്തിലും കാര്യക്ഷമമായ രീതിയിൽ ഇവിടെ പരിശോധനകളും മണ്ണും മാറ്റുന്ന പ്രക്രിയയും സുഗമമായി നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കൃത്യമായിട്ടുള്ള വിവരങ്ങളും അവിടുന്ന് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതൊക്കെയാലും മറ്റ് പ്രതിസന്ധികളൊന്നുമില്ല. ഇന്ന് കൂടുതൽ രക്ഷാപ്രവർത്തകരെ കൂടുതൽ അനുവദിക്കണമെന്ന ആവശ്യം അടക്കം ഈ ദൗത്യസേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഫലം കാണുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. വൃന്ദ, ശരിയേറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് 9ാം നാളും അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ നമിത നാരായണൻ ഉണ്ട്. നമിത, ഇന്ന് ഏറെ നിർണായകമായ ഒരു തിരച്ചിൽ കൂടിയായിരിക്കും. പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് കൂടുതലായും നടക്കുന്നത്. കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ചുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. കൂടാതെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സിഗ്നൽ പ്രകാരം സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറെ നിർണായകമാവില്ലേ ഇന്ന്? തീർച്ചയായും വൃന്ദ, വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഷീരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടി ഈ 9ാം നാളും തെരച്ചിൽ നടത്തുന്നത്. വളരെ ശക്തമായിട്ട് തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും അവിടുത്തെ ഒരു പ്രതികൂല കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. അവിടുത്തെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണെന്ന് വേണം പറയാൻ. എന്നാൽ NDRF സംഘവും കൂടുതൽ മെഷീനുകൾ എത്തിച്ചുകൊണ്ടൊക്കെ രക്ഷാപ്രവർത്തനം ശക്തമായി നടത്താനുള്ളൊരു നീക്കത്തിൽ തന്നെയാണ് അവരുള്ളത്. രാവിലെ ഒരു 7:30-ക്ക് ശേഷമായിരിക്കും തെരച്ചിൽ ആരംഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ അർജുൻ്റെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഈ ഹർജിയിൽ ഹൈക്കോടതി വാദം കേട്ടിട്ടുണ്ടായിരുന്നു. സംഭവം അതീവ ഗൗരവതരമാണെന്നാണ് കർണാടക ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് NV അൻസാരിയും ജസ്റ്റിസ് KV അരവിന്ദനും അടങ്ങിയ ബെഞ്ചാണ് ഈ ഒരു ഹർജി ഇന്ന് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഇന്നലെ പ്രത്യേക ബെഞ്ചായിരുന്നു ഈ ഒരു വിഷയത്തിൽ ഹർജി പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേക ബെഞ്ച് ഇന്നലെ ഈ ഒരു ഹർജി പരിഗണിച്ച ശേഷം സർക്കാരിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനുമായിരുന്നു നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. AG സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് AG സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ ഇന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് 19-ാം തീയതി രാത്രിയാണ് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലുണ്ടായിട്ടും കാണാതായി എന്നുള്ള ഒരു വിവരം
വിവരവും പരാതിയായി ലഭിക്കുന്നത്. അവരുടെ തെരച്ചിൽ വൈകിയിട്ടില്ല, രക്ഷാപ്രവർത്തനങ്ങളൊന്നും വൈകിയിട്ടില്ല. 20-ന് രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. GCAയുടെ നിർദ്ദേശപ്രകാരം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മണ്ണ് നീക്കരുത് എന്നൊരു നിർദ്ദേശം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യ ദിവസത്തിൽ മണ്ണ് പെട്ടെന്ന് നീക്കാതിരുന്നത് എന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്നത് ഓൾറെഡി ഈ ഒരു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മണ്ണ് ചെളിയിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മണ്ണ് നീക്കി തുടങ്ങിയാൽ അത് അടുത്തൊരു ദുരന്തത്തിന് കൂടി കാരണമായേക്കും. ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് ആദ്യ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഒരു കാലതാമസം ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു കാര്യമാണ് ഇന്നലെ ഹൈക്കോടതിയിൽ കർണാടക സർക്കാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞിട്ടുള്ളത് രക്ഷാപ്രവർത്തനം ഒട്ടും വൈകിയിട്ടില്ല. നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരൊക്കെ രക്ഷാപ്രവർത്തനം വൈകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണമാണ് ഇന്നലെ കർണാടക സർക്കാർ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ല എന്നും 19-ന് രാത്രി പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ 20-ന് രാവിലെയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നുമാണ് അവർ പറയുന്നത്. എന്തായാലും ഇന്നും ഈ വിഷയത്തിൽ കർണാടക ഹൈക്കോടതി കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. ജസ്റ്റിസ് NV അൻസാരിയും ജസ്റ്റിസ് KV അരവിന്ദും അടങ്ങിയ ബെഞ്ചാണ് ഈ ഒരു ഹർജി പരിഗണിക്കുക. അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ കൂടി കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയുക. എന്തായാലും ഇന്നത്തെ തെരച്ചിലും വളരെ ശക്തമായി നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NDRFന്റെ മുൻ ചീഫായിരുന്ന ഇന്ദ്രബാലനാണ് ഇന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്തുക. കൂടുതലായുള്ള തെരച്ചിലിനുള്ള ഉപകരണങ്ങളൊക്കെ ഇന്ന് എത്തിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ തെരച്ചിൽ എന്ന് പറയുന്നത്. ഇന്ന് ഈ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കിട്ടിയ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന ഭാഗത്തായിരിക്കും കൂടുതൽ ഇന്നത്തെ തെരച്ചിൽ നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഭാഗത്താണോ അർജുൻ്റെ ലോറി ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അവിടെ ഒന്നുകിൽ ഒരുപക്ഷെ ആ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് ഒന്നുകിൽ അർജുൻ്റെ ലോറി ആകാം, അല്ലെങ്കിൽ ഒരു ടവർ ആയിരിക്കാം. ആ ഒരു പ്രദേശത്ത് 11 kVയുടെ ഒരു വലിയ ടവർ ഉണ്ടായിരുന്നു. ആ ടവറാണോ അതിനുള്ളിലുള്ളത് എന്നാണ് അറിയേണ്ടത്. അതാണോ അല്ലെങ്കിൽ അർജുൻ്റെ ലോറിയാണോ എന്നുള്ളതാണ് നമുക്കിനി അറിയാനിരിക്കുന്നത്. ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇന്നത്തെ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. NDRF സംഘവുമായാലും മുങ്ങൽ വിദഗ്ധരും അവർക്കൊക്കെ വലിയ രീതിയിലുള്ള വെല്ലുവിളികളുണ്ട്. അവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്, കനത്ത മഴയും പുഴയിലുള്ള ശക്തമായ ഒഴുക്കും തന്നെയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു വെല്ലുവിളിയായി അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഈ 9-ാം നാളിലും അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൃന്ദ. ശരി, ഏറെ നിർണായകമായ ദിവസമാണ് ഇന്ന്. ശിരൂരിൽ കാണാതെ അർജുനായുള്ള തിരച്ചിൽ 9-ാം നാളിലേക്ക് എത്തിയിരിക്കുന്നു. ഗംഗാവലിപ്പുഴയിൽ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ന് പരിശോധന നടത്തുക. തെരച്ചിൽ നടത്തുന്ന ലോഹവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഇടത്താണ് ഇന്ന് പരിശോധന നടത്തുക. മേജർ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് ഈ ഒരു തെരച്ചിലിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും ചെറിയ രീതിയിൽ ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അമിത നാരായണനും ജോസഫ് അഗസ്റ്റിൻ.